അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തിയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാത്ത സ്ഥലത്തു നിന്ന്, ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്നും, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം അനുകൂലമായി അത്ഭുതമാക്കി ദൈവം തീർക്കും. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഓട്ടോമാറ്റിക്കലി ദൈവം തുറന്നു വച്ചിരിക്കുന്നു. അതിലേക്ക് ദിവസങ്ങളിൽ പ്രവേശിക്കാം. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ വളരെ അത്ഭുതകരമായി തള്ളിക്കളഞ്ഞ, നമ്മുടെ പുതിയ നിയമത്തിൽ പറയുന്ന തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കും ദൈവം. ആര് മുഖാന്തരം തള്ളപ്പെട്ടോ അവരിലൂടെ തന്നെ അത്ഭുതം കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. അനന്തരം ദാവീദ് യോഹന്നാൻ്റെ നിമിത്തം ദയ കാണിക്കുന്നതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ദാവീദ് രാജാവ് ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ അവരോട് ദയ കാണിക്കാൻ. ശൗലും ദാവീദും ശത്രുക്കളായി. ശൗൽ രാജാവ് പലപ്പോഴും ദാവീദിനെ കൊല്ലാൻ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ആളാണ്. എന്നാൽ ശൗലിൻ്റെ കാലശേഷം, ശൗൽ രാജാവിൻ്റെ കാലശേഷം ദാവീദ് അന്വേഷിക്കുകയാണ്, യോനാഥാൻ നിമിത്തം ദയ കാണിക്കാൻ ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. 2 കാലും മുടന്തനായിട്ടുണ്ട് ഒരാളുണ്ട്. ഒന്നാമത് ഈ കുടുംബത്തോട് ദാവീദിന് ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെന്നറിയാവുന്ന ഭൃത്യനാണ് ഈ പറയണേ. ഇനിയും ഈ ശൗലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൻ്റെ കുടുംബത്തിൽ മുടന്തരെയോ കുരുടരെയോ ഒന്നും സ്വീകരിക്കുന്ന ആളല്ല. അതെങ്ങനെയാണ് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ അതിന് ദാവീദിന് വെറുപ്പുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ദാവീദിന് വെറുപ്പാണ് മുടന്തരോടും കുരുടരും, അവരെ അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്ന് ചൊല്ലി നടപ്പായി. അപ്പം ഈ മുടന്തന്മാരും കുരുടന്മാരും ദാവീദിന് ഇഷ്ടമല്ല, അവിടെ വീട്ടിൽ വരരുത് എന്നൊരു കൽപ്പന ഇരിക്കുന്നത് കൊണ്ട്, ഭൃത്യനത് മനസ്സിലാക്കിയത് കൊണ്ട് ഇവനെ ഒരിക്കലും രാജാവ് ദയ കാണിക്കത്തക്കോണം സ്വീകരിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഒന്നമേ അങ്ങ് പറയുകയാണ്, 2 കാലും മുടന്തനായ യോനാഥാൻ്റെ ഒരു മകനുണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ
ഏലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമീദിലേക്കിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെബീബോശേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെബീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിൻ്റെ ഭൃത്യനായ സീബയെ വിളിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. നീ നിൻ്റെ പുത്രന്മാരും വേലക്കാരും നിൻ്റെ യജമാനൻ്റെ മകന് ഭക്ഷിപ്പാൻ ആകാരമുണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിൻ്റെ യജമാനൻ്റെ മകനായ മെബീബോശത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 25 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവ് യജമാനൻ അടിയനോട് കൽപ്പിച്ചതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെബീബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ദാവീദിൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരാളെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ എത്ര എതിർപ്പ് നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ആളെയും കൊണ്ടും ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ശത്രുക്കളുടെ മുൻപാകെ ദൈവം മേശയൊരുക്കും. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം മറന്നു പോരുത്, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളിലൂടെ തന്നെ അവരുടെ മനസ്സിനെ മാറ്റി ദൈവം അവരിലൂടെ ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ പറയുകയാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നതുപോലെ ദാവീദിൻ്റെ മേശയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. മെബീശബ്ദ് ഒരു ചെറിയ മകനുണ്ടായിരുന്നു, അവന് മീഖായ് എന്ന് പേർ. സീബയുടെ വീട്ടിലുള്ളതൊക്കെയും മെബീബോശത്തിന് ഭൃത്യന്മാരായി തീരുകയാണ്. എന്നിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ അധ്യായം അവസാനിക്കുന്നത്, ഇങ്ങനെ മെബീബോശത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു, രാജാവിൻ്റെ മേശയിങ്കൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാലു രണ്ടും മുടന്തനായിരുന്നു. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ദാവീദ് രാജാവിന് മുടന്തനെ ഇഷ്ടമല്ല. ഇത് 2 കാലും മുടന്തനായാണ്. അപ്പോൾ തന്നെ ദാവീദ് രാജാവിന് എതിരായിരുന്ന ആളുടെ തലമുറയിൽപ്പെട്ട ഒരാളെ, ആ ആളെ അനുഗ്രഹിക്കാൻ, ഈ മുടന്തനായ ഒരാളെ അനുഗ്രഹിക്കാൻ ദാവീദിനെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആത്മതലം അതിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുക്കിയ ഓരോ നന്മയും കുറഞ്ഞു പോകത്തില്ല, അത് നഷ്ടപ്പെടത്തില്ല, മാറിപ്പോകത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചപ്പോൾ, യേശുക്രിസ്തു മുഖാന്തരം വിളിച്ചപ്പോൾ, ആ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ചതിൻ്റെ സകല നന്മയും അനുഗ്രഹവും വെളിപ്പെട്ടിരിക്കും. ഈ ദിനങ്ങളിൽ മറന്നു പോകരുത്, നിങ്ങൾക്കെതിരായി നിൽക്കുന്നവർ അവരിലൂടെ തന്നെ അവരുടെ മനസ്സ് മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കാൻ അവരെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് തടയാൻ ഒരു പിശാചിനോ അന്ധകാരത്തിനോ കഴിയത്തില്ല. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇവർ എത്ര തള്ളപ്പെട്ട അവസ്ഥയിലായെങ്കിലും, എത്ര പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും, ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അത് ശത്രുക്കളെ കൊണ്ട് തന്നെയാണെങ്കിലും അവരുടെ മുൻപാകെ മേശ ഒരുക്കാൻ ദൈവം ശക്തനാകിയാൽ സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം
ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാണ് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ.